ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 69ന്റെ റിവ്യൂ ആണ്. ഇന്നത്തെ എപ്പിസോഡ് ഫുൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു. സീസൺ 6 എന്നല്ല, ബിഗ് ബോസ് ഫോർമാറ്റിൽ തന്നെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ലൈവ് എപ്പിസോഡ് മൊമെന്റുകൾ എന്നൊക്കെ പറയുന്നത് വളരെ വിരളമായിരുന്നു. ഇന്നത്തെ എപ്പിസോഡ് ഉച്ച കഴിഞ്ഞുള്ള ലൈവ് ഭയങ്കര രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ. ഒത്തിരിയധികം രസകരമായിട്ടുള്ള ഫാമിലി മൊമെന്റുകൾ ഇന്ന് ഉണ്ടായിരുന്നു. ഇന്നത്തെ എപ്പിസോഡൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഞാൻ ആസ്വദിച്ചു. ഞാൻ ഇതേ രംഗങ്ങൾ ലൈവിൽ കണ്ടതാണ്, എന്നാലും കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നുകൂടി കണ്ടപ്പോൾ നല്ല രസം തോന്നി. ഈ ലൈവും എപ്പിസോഡും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈവിൽ വൈഡ് ഷോട്ടുകളായിരിക്കും കൂടുതൽ. എപ്പിസോഡിലേക്ക് വരുന്ന സമയത്ത് ക്ലോസപ്പ് മൊമെൻറ്റുകൾ കാര്യമായി തന്നെ ഉണ്ടാവും. അപ്പോൾ അതൊരു വലിയ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ എപ്പിസോഡാണ് ഭയങ്കര ഭംഗി, വിഷ്വലി ഭയങ്കര രസം എപ്പിസോഡാണ്. ഫാമിലി വീക്കാണ്. കണ്ടസ്റ്റൻസിൻ്റെ ഫാമിലി മെമ്പേഴ്സൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. സായിയെ കാണാൻ സ്നേഹ വന്നു, അപ്സരയെ കാണാനായിട്ട് ആൽബിയും അമ്മയും വന്നു. ഈ രണ്ടാൾക്കാരും വളരെ യങ്ങായിട്ടുള്ള കപ്പിളായതുകൊണ്ട് ഭയങ്കര രസമായിട്ടുള്ള അവരുടെ ആ ഒരു ക്യൂട്ട് മൊമെൻറ്റ്സ് ഒക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. പരസ്പരം നല്ല രീതിയിൽ മനസ്സിലാക്കുന്ന, പരസ്പരം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് കപ്പിളിനെയാണ് നമുക്ക് ഇന്ന് കാണാനായിട്ട് സാധിച്ചത്. അതിൽ സായിയും സ്നേഹയൊക്കെ ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ്. മറ്റേ സാധാരണ ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തെക്കാൾ ഉപരി ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സാണ് അവർ. അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ അങ്ങ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതേപോലെ ആൽബി അപ്സരയെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അമ്മയ്ക്കും അപ്സരയെ വലിയ കാര്യമാണ്. അമ്മയ്ക്ക് നേടാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ അപ്സര നേടിയതിൽ അമ്മ അഭിമാനിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഫാമിലി മൊമെന്റ്സ് ആയിരുന്നു ഇന്നത്തെ ലൈവിലും എപ്പിസോഡിലും എന്നെ ഏറെ ആകർഷിച്ചത്. ഇനി എപ്പിസോഡ് റിവ്യൂയിലേക്ക് പ്രോപ്പറായി പോയി കഴിഞ്ഞാൽ, ഇന്നലെ അപ്സര ആൻഡ് ജാസ്മിനും കൂടെ തമ്മിൽ തല്ലിയെന്നോ ഭയങ്കര പ്രശ്നമാണെന്നോ ഒക്കെ പറഞ്ഞ് കുറേ വാർത്തകൾ നിങ്ങൾ കണ്ടിരുന്നു. ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ തമ്മിൽ ചെറിയൊരു വാക്പോര്, അത് ഇവിടെ പറയേണ്ട ഒരു ആവശ്യം തന്നെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു വാക്പോരിന് ശേഷമാണ് ഉരുളും തളിക എന്ന ഒരു ടാസ്ക് അവിടെ അനൗൺസ് ചെയ്യുന്നത്. ആ ഒരു വാക്പോരൊന്നും ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫുള്ള് പോസിറ്റിവിറ്റി ആയിരുന്നു. ജഡ്ജസ് ആയിട്ട് റസ്മിൻ, നോറ, ജാസ്മിൻ, അപ്സര എന്നിവരാണുള്ളത്. അപ്പോൾ ഒരു ടീമിനെ നോക്കേണ്ടത് മറ്റൊരു ടീമിലുള്ള ജഡ്ജാണ്. അങ്ങനെയാണല്ലോ ഇതിൻ്റെ ഒരു പരിപാടി. ഈ മുട്ട ഒരു സ്ഥലത്ത് നിന്ന് തളികയിൽ രണ്ടെണ്ണം ഇങ്ങനെ വെച്ചിട്ട് പല പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് ഒരു സ്ഥലത്ത് കൊണ്ട് നിക്ഷേപിക്കണം. വലിയ ടാസ്ക്കാണ്. ഈ സാധനം ഇങ്ങനെ ഒന്ന് കൊണ്ടുപോകാന്ന് പറയുന്നത്, ഇതിങ്ങനെ ഉരുളൂല്ലോ, മുട്ടയല്ലേ. നടക്കേണ്ട ചില വഴികളൊക്കെ കൃത്യമായി മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുവഴി നടക്കേണ്ടതുണ്ട്. ശരീരത്തോട് ഈ തളിക ചേർത്ത് വെക്കാനായിട്ട് സാധിക്കത്തില്ല. അതെല്ലാം കൃത്യമായി നോക്കാനായിട്ട് ജഡ്ജസ് ഉണ്ട്. ജഡ്ജസ് കൂടി ആലോചിച്ച് ഭൂരിപക്ഷ അഭിപ്രായത്തിൽ ഡെന്നാണ് ആദ്യം പോകുന്നത്. ആദ്യം പോകുന്ന ആൾക്ക് ചില ബുദ്ധിമുട്ടുണ്ട്. കാരണം അങ്ങോട്ട് ചെന്ന് കയറി അവർ വേണം ഇത് മനസ്സിലാക്കിയെടുക്കാൻ. ബാക്കിയുള്ള ആളുകൾക്ക് കളി കണ്ടിട്ട് പഠിക്കാനായിട്ടുള്ള ഒരവസരമുണ്ട്. അതിനുശേഷം ടണൽ ടീമാണ് പോകുന്നത്. ഈ റസ്മിൻ ആൻഡ് നോറ തമ്മിലുള്ള ചെറിയ ക്ലാഷസ് ഒക്കെ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ കണ്ടു കാണും. ഈ കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് റസ്മിൻ്റെ ഒരു ഗെയിം എന്ന് പറയുന്നത് വേറെ ഒരു തരത്തിലാണ്. ഗബ്രി പോയതിൽ പിന്നെ റസ്മിൻ്റെ കളിയൊക്കെ മൊത്തത്തിൽ മാറി. റസ്മിൻ ഒരു പക്ക ഗെയിം പ്ലെയർ ആയിട്ട് മാറിയിട്ടുണ്ട്. ഈ കോംബോകളുടെ ഇടയ്ക്ക് കിടന്ന് കളിക്കുന്ന ഒരു കളിയാണ് റസ്മിൻ്റെ മെയിൻ ഒരു സംഭവം. അവർക്ക് കൂടുതൽ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടും അവർക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനായിട്ടൊക്കെ റസ്മിൻ മുന്നിലുണ്ട്. ഇപ്പോൾ അർജുൻ ശ്രീധുവിൻ്റെ ആ ഒരു ഇടയ്ക്കൊക്കെ റസ്മിൻ എങ്ങനെയാണ് കയറി പറ്റിയത് എന്നുള്ളത് എനിക്കറിയില്ല. അവരും ഓട്ടോമാറ്റിക്കലി റസ്മിനോട് കാര്യങ്ങൾ സംസാരിക്കുന്നു. ശരിയാണ്, നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ അർജുൻ ശ്രീധു അതേപോലെ തന്നെ ഗബ്രി, ജാസ്മിൻ അവരുടെ ഇടയ്ക്ക് റസ്മിൻ ഇരുന്നത്. അപ്പോൾ ആ ഒരു കോംബോയിലേക്ക് കയറിയിട്ട് അതിൽ ചില അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ തട്ടിമുട്ടി പോകുന്ന ഒരു പരിപാടിയാണ്. അതിലൊരാൾ നെഗറ്റീവ് ആണ് എന്ന് അറിയുന്നിടം വരെ ഉള്ളൂ ശരിക്കും റസ്മിൻ്റെ ഈ ഒരു സപ്പോർട്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഗബ്രി പുറത്ത് പോയപ്പോഴത്തേന് കംപ്ലീറ്റ്ലി മാറി ജാസ്മിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നെഗറ്റീവ് ആണ് എന്നുള്ള രീതിയിലേക്കൊക്കെ ആയി. അപ്പോൾ ഈ ജാസ്മിൻ, നോറ എന്നിവർ തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ടൊക്കെ റസ്മിൻ കൂടെ നോറയോടും ജാസ്മിനോടും ഒക്കെ പറയുന്നുണ്ട്. ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ടും ജാസ്മിനാൽ നോറ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴാണ് അവിടെ ഒരു ചെറിയ ക്ലാഷ് ഒക്കെ വരുന്നത്. റസ്മിൻ എന്തോ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുള്ള ഒരു കളിയാണ്. പണ്ട് വളരെ ഫെയർ ആയിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു റസ്മിനെ ആയിരുന്നു നമുക്ക് ഹൗസിൽ കാണാനായിട്ട് സാധിച്ചത്. ഇപ്പോൾ റസ്മിൻ ഭയങ്കരമായിട്ട് മാസ്ക് ഇട്ടിട്ടുള്ള ഒരു കളിയാണ്. സോപ്പ് അരച്ച് തീർക്കുന്ന ഒരു ടാസ്കിലും വെളുപ്പിക്കൽ ടാസ്കിലും ഒക്കെ സിജോയുടെ ടീം, സിജോ, സായി, അപ്സര എന്നിവരുടെ ഒരു ടീം ചെറിയ ഉടായ്പ് വേലകളൊക്കെ കാണിക്കുന്നത് നമ്മൾ കണ്ടതാണ്. പിടിക്കപ്പെടാൻ പറ്റാത്ത രീതിയിലേക്ക് അവർ എങ്ങനെയെങ്കിലും അത് ഒപ്പിച്ചെടുക്കും. സിജോ ഇന്നും ആ ഒരു വേല കാണിക്കുന്നുണ്ട്. ബാക്കിയുള്ള ആളുകൾ തളികയിൽ മുട്ടയുമായിട്ട് പറഞ്ഞ വഴിയിൽ കൂടെ പോകുന്ന സമയത്ത് സിജോ സ്വന്തമായി വഴി കണ്ടുപിടിക്കുകയും ആ ഒരു വഴി ജഡ്ജിന് ഇഷ്ടമില്ലാത്ത ഒരു രീതിയിലേക്ക് ആവുകയും ചെയ്തു. ആരാണ് ജഡ്ജ്? ജാസ്മിൻ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോരും പരിപാടി. അടി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ജാസ്മിനും സിജോ ഒക്കെ ഓട്ടോമാറ്റിക്കലി കാരണവന്മാരുടെ പ്രായത്തിലേക്ക് അങ്ങോട്ട് എത്തും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വാവേ, മോളെ, എന്തുവാടാ, പേടിച്ച് പോയോടാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രൊവോക്കിംഗ് പരിപാടിയാണ് ഇവരുടെ മെയിൻ. അത് ആദ്യമൊക്കെ നമ്മൾ ഒരു പ്രൊവോക്കിംഗ് എന്നുള്ള രീതിയിൽ എടുത്തിരുന്നു. ഇപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുവാടാ ബാബേ, പേടിച്ച് പോയോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് അയ്യോ ഒരു മാറ്റം ഇല്ലല്ലോ എന്ന് തോന്നിപ്പോവും. ഇതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിങ്ങനെ പറഞ്ഞ്
ഒരു ആവശ്യമില്ലാത്ത സ്ഥലത്തും ഇതേ രീതിയിൽ സംസാരിക്കും. അങ്ങനെയാണ് നമുക്ക് ജാസ്മിനോട് ദേഷ്യം വരുന്നത്. അതിപ്പോൾ ഫ്രണ്ടിലുള്ളത് അച്ഛൻ്റെ പ്രായമുള്ള ഒരാളാണെങ്കിലും എന്താണ് വാവേ പേടിച്ച് പോയോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് കണ്ടോണ്ടിരുന്ന പ്രേക്ഷകരുമായിട്ട് കണക്റ്റ് ആവില്ല. അപ്പം അങ്ങനെയുള്ളൊരു കൊച്ചാക്കൽ പരിപാടി അവിടെ ഉണ്ട്. അത് സിജോയ്ക്കുണ്ട്. സിജോയ്ക്ക് ആ ഒരു റേഞ്ചിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് കളിക്കേണ്ട ഒരു ടൈം ആയിട്ടുണ്ട്. ജാസ്മിനെ പിന്നെ സ്വഭാവത്തിന്റെ രീതിയിൽ ആൾക്കാർ നോക്കുന്നില്ല. വാ പോയ കോടാലി എന്നുള്ള രീതിയിലേക്കൊക്കെയുള്ള പരിഗണനയാണ് ജാസ്മിന് കിട്ടുന്നത്. പിന്നെ കണ്ടസ്റ്റൻസിന്റെ വീട്ടുകാരൊക്കെ വരുന്ന സമയത്ത് ജാസ്മിനെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ട്. അപ്പം അവരെല്ലാം പറയുന്നത് അതൊരു പ്രായം പക്വതയില്ലാത്തൊരു പൊട്ടിക്കൊച്ച ആ ഒരു രീതിയിലാണ്. ആ ഒരു സാധനം കൊണ്ട് വോട്ട് കിട്ടി മുന്നോട്ടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ജാസ്മിന് ഗുണകരമായിട്ട് വരും. പക്ഷേ സിജോയൊക്കെ ആ ഒരു റേഞ്ചിലേക്ക് താഴേണ്ട ഒരു ആവശ്യമുണ്ടോ? വാ പോയ കോടാലി വായാടി എന്നൊക്കെ പറയുമ്പോഴത്തേന് സ്ത്രീകൾക്ക് ഒരു അലങ്കാരമായിട്ടൊക്കെ കരുതുന്ന ആളുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകളുടെ വോട്ട് ജാസ്മിന് കിട്ടും. സിജോ അങ്ങനെ ഇറങ്ങേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ കൂടെ തന്നെ പറയേണ്ട ഒരു സംഗതി ഉണ്ടല്ലോ, അതൊക്കെ എന്ത് വിറ്റാടേ. ഇവന്മാർക്കൊക്കെ വല്ല ബോധമുണ്ടോ? പോഴന്മാരാണെന്നോ ഞാൻ ആലോചിക്കുന്നത്. എന്തു വരുന്നത് ഈ ഞാൻ അയ്യേന്ന് വെച്ചാൽ കമൻറ്റ് വായിച്ചപ്പം ഈ റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ്, കോപ്പി പേസ്റ്റ് ആണ്. PR കമൻ്റ് ആണോ എനിക്കറിയില്ല. ജാസ്മിനെ കെയർ ചെയ്യാൻ വേണ്ടി അങ്ങനെ എന്തോ ഒരു രീതിയിൽ എല്ലാ കണ്ടസ്റ്റൻസിൻ്റെയും വീട്ടുകാരോട് ബിഗ് ബോസ് പറഞ്ഞു വിട്ടിരിക്കുന്നു. പിന്നെ ബിഗ് ബോസിൻ്റെ മാമൻ്റെ മോളാണല്ലോ, അവർക്ക് മനുഷ്യത്വമൊന്നും ഇല്ല. നെഗറ്റീവ് ആക്കാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൽ കണ്ടന്റ് വാല്യൂ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ജാസ്മിൻ അല്ല ആരാണെന്ന് പറഞ്ഞാലും പിടിച്ച് നെഗറ്റീവ് ആക്കി കളയും. അങ്ങനെ വലിയ കരുതലും കാര്യങ്ങളൊന്നും ഒരു കണ്ടസ്റ്റൻസിനോടും ഇല്ല. ഇതൊക്കെ ആരാ പറയുന്നത്? ഗെയിമിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുള്ള ആളുകൾ പറയുന്ന സംഭവങ്ങളാണ്. എന്നാലും ഈ പരാതിയും പരിഭവം പറയുന്ന ആൾക്കാർ, അതിനകത്ത് കപ്പ് കിട്ടിയ ആൾക്കാർ പോലും ഉണ്ട്. അങ്ങനെ ഒരാളോട് ഫേവറേറ്റിസം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് മറ്റേ കപ്പ് നമ്മൾ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കിട്ടുന്നത്? ഇപ്പൊ ചുമ്മാ അടിച്ചു പിടിക്കുകയാണ് ഹെയ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി. മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും പോസിറ്റീവ് ആവുന്നുണ്ടോ? അയ്യോ വിരളി പിടിക്കുന്നു, പിന്നെ ആകെ മൊത്തത്തിൽ ബഹളം പരിപാടികളൊക്കെ. ഏതായാലും ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പാവവിളിയും പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് 3 പോയിന്റ് നേടി ഡെന്നും ടണലും സമനിലയിൽ ഫസ്റ്റ് അടിച്ചിരിക്കുന്നു. പീപ്പിൾ ടീമിനും നെസ്റ്റിനും പോയിന്റുകളൊന്നുമില്ല. ഇതിനുശേഷമാണ് അപ്സരയുടെ വീട്ടിൽ നിന്ന് വരുന്നത്. വാ വാവോ വാവേ എന്ന് പറയുന്ന ഒരു നല്ല കിടിലൻ പാട്ടുണ്ടല്ലോ. ആ ഒരു പാട്ടിൻ്റെ അകമ്പടിയോടെ അമ്മ വാതിലൊക്കെ തുറന്ന്, പണ്ട് നമ്മുടെയൊക്കെ അമ്മമാർ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് പലഹാരങ്ങളുമായിട്ട് വരുന്ന അതേ മൂഡിൽ ഹൗസിലേക്ക് വരികയാണ്. അമ്മ വന്നപ്പം ആൽബി ചേട്ടായി കൂടെ ഇല്ല. അത് അപ്സരയെ വലിയ വേദനയിലായിരുത്തി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിഭവം പറച്ചിലും കാര്യങ്ങളൊക്കെയാണ്. അപ്സരയ്ക്ക് വല്ലാത്തൊരു ടെൻഷൻ. 3 ആഴ്ചയായിട്ട് ഡ്രസ്സുകൾ വരുന്നില്ല. ഡ്രസ്സുകൾ വരാത്തതുകൊണ്ട് ഇനി എന്തെങ്കിലും പിണക്കമാണോ? ബിഗ് ബോസ് അല്ലേന്നേ, പുറത്ത് എന്ത് ഇമേജാണ് പോകുന്നതെന്നുള്ളത് ആർക്ക് എന്തറിയാം? കണ്ടസ്റ്റൻസിനൊക്കെ അത്യാവശ്യം നോളജ് ഉണ്ട് ഫോർമാറ്റിനെ കുറിച്ചിട്ടൊക്കെ. ഏതായാലും അമ്മ പറയുന്നില്ല, ഒരു ഷൂട്ടുണ്ട്, ഒരു സിനിമയുടെ പരിപാടി ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അങ്ങോട്ട് ഏൽക്കുന്നില്ല. അത് കഴിഞ്ഞപ്പോഴത്തേന് ആൽബി അദ്ദേഹത്തിൻ്റെ ഫുള്ള് കൊടുത്ത് എന്ന് പറഞ്ഞാൽ ഒരു പരിപാടിയിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു പരിപാടിയിൽ ഉൾക്കൊണ്ട് അതിലെന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് വൈഫിന് വേണ്ടിയാണെങ്കിലും അത് ചെയ്യുക എന്ന് പറയുന്ന എല്ലാവർക്കും പറ്റുന്ന ഒരു പരിപാടിയല്ല. ആൽബി ഒരു അക്രമിയെ പോലെ മുഖംമൂടിയൊക്കെ വെച്ച് ഹൗസിൽ ഓടി നടന്ന് ഒരു സീൻ ഉണ്ടാക്കുന്നു. അങ്ങനെ ആൽബി വരുന്നു. അത് ഭയങ്കര രസമായിരുന്നു. ഈ അപ്സരയുടെയും സായിയുടെയും ഫാമിലി മൊമെൻറ്റുകൾ സീസൺ 6 ബെസ്റ്റ് ആയിരിക്കാനാണ് സാധ്യത. ആൽബി ഗെയിമൊക്കെ നല്ല രീതിയിൽ കാണുന്ന, എല്ലാ ആൾക്കാരെയും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഗെയിമിനെ ഗെയിം സ്പിരിറ്റിലെടുത്ത് എല്ലാ ആൾക്കാരുടെയും പേര് ചൊല്ലി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ ഫാമിലിയൊക്കെ വരുമ്പോഴത്തേന് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ദേഷ്യങ്ങളൊക്കെ പാടെ അങ്ങോട്ട് പോകും. ഇതിനുശേഷം നല്ല പാട്ടൊക്കെ ഇട്ടിട്ട്, പവിഴമഴ എന്നുള്ള പാട്ടൊക്കെ ഇട്ടിട്ട് വാതിൽ തുറന്ന് സായിയുടെ സ്നേഹ അകത്തേക്ക് വരികയാണ്. വൻ റൊമാൻറ്റിക് ആയിട്ടുള്ള നിമിഷങ്ങളൊക്കെയാണ്. സായി എന്തായിരുന്നു വന്നപ്പോൾ പറഞ്ഞേ, എന്താണെന്നറിയത്തില്ലടാ, എനിക്ക് ഇമോഷൻസ് ഒന്നുമില്ല, ഞാനൊരു ഇമോഷൻസ് ഇല്ലാത്ത വ്യക്തിയാണ്, നിങ്ങൾക്ക് എന്നെ തോൽപ്പിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല, ഞാനൊന്നും അഫക്റ്റ് ചെയ്യുന്ന ഒരാളല്ല. എന്നിട്ട് ഏറ്റവും കൂടുതൽ ഇമോഷണലായിട്ട് ഇന്ത്യ അടിച്ചിരിക്കുന്ന ആൾ സായിയാണ്. നല്ല നല്ല മനസ്സിനുടമയാണ് കേട്ടോ. സായിക്ക് സായിയെ കുറിച്ചിട്ട് തന്നെ വലിയ ധാരണ ഒന്നും ഉണ്ടായിരുന്നില്ല. അതേപോലെ അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ അതിൻ്റെ സ്ട്രോങ് ബോണ്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞ ഒരു ഒറ്റ ഡയലോഗാണ്. സായി പറയുന്ന ഒരു കാര്യമുണ്ട്, നീ പറഞ്ഞില്ലേ എനിക്കിതിരി അഹങ്കാരമൊക്കെ കൂടിപ്പോയെന്ന്, അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി പിടിക്കാൻ വേണ്ടിയാണ് ഞാൻ ഹൗസിലേക്ക് വന്നത് എന്ന് വെച്ചാൽ അവിടെ മനസ്സിലാക്കേണ്ടത് പങ്കാളികൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽത്തി ആയിട്ടുള്ള വിമർശനങ്ങളുണ്ട്. അത് വലിയൊരു കാര്യമാണ്. സായി കണ്ടന്റൊക്കെ ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് നമുക്കറിയാമല്ലോ, കാര്യം സുഹൃത്താണെങ്കിലും ഞാൻ പല സമയത്തും സായിയായിട്ട് ഉടക്കിയിട്ടുണ്ട്. കണ്ടന്റിൻ്റെ കാര്യത്തിൽ, നിലപാടുകളുടെയൊക്കെ കാര്യത്തിൽ ചുമ്മാ എടുത്തിയാടുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ അതിനോട് വളരെ സ്ട്രോങ് ആയിട്ട് റിയാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എതിർപ്പുകൾ അവർക്കിടയിലും ഉണ്ട്, ഹെൽത്തി ആയിട്ടുള്ള ക്രിറ്റിസിസം ഉണ്ട്. അതൊരു സ്ട്രോങ് ബോണ്ട് ഫ്രണ്ട്ഷിപ്പിൻ്റെ ലക്ഷണമാണ്. അതൊക്കെ ഇന്നത്തെ കാലത്തെ കപ്പിളിൻ്റെ ഇടയിൽ കാണുന്ന ഏറ്റവും പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണ്. പണ്ടൊക്കെ അങ്ങനെ വിമർശനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമോ?
അതൊക്കെ ഈ കാലം മാറുന്നതനുസരിച്ചിട്ടുണ്ടാകുന്ന ഏറ്റവും പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണ്. അതേപോലെ ആണുങ്ങളാണെങ്കിൽ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സായിയൊക്കെ അങ്ങനെ വന്ന് അവിടെ വളരെ ഒറിജിനലായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ ലൈഫിനെ കുറിച്ചിട്ടും ഇമോഷണൽ സ്റ്റേറ്റിനെ കുറിച്ചൊക്കെ പറയുമ്പോഴത്തേന് നമുക്ക് ഒത്തിരിയധികം കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതും ഈ ഒരു കാലഘട്ടത്തിൽ ഉള്ള ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റമാണ്. അപ്പോൾ അവിടെ ജെൻഡർ ഭേദമൊന്നുമില്ല. ഇപ്പോൾ അവിടെയുള്ള ഒരു സ്ത്രീക്കും അല്ലെങ്കിൽ പുരുഷനും ഒരേ തരത്തിലുള്ള സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഒരേ തരത്തിൽ അവർ ഇമോഷണൽ ആവുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ശരിയാണ്, സ്നേഹ വരുന്ന സമയത്ത് പട്ടിക്കുട്ടിയെ കുറിച്ചിട്ടാണ് ചോദിച്ചത്. പക്ഷെ പട്ടിയെ ഏൽപ്പിച്ചിട്ട് വന്ന ഏറ്റവും വിശ്വാസമുള്ള ഒരു വ്യക്തിയാണ് സ്നേഹ. അപ്പോൾ സ്നേഹയുടെ മുഖം മാറിയിരിക്കുന്ന സമയത്ത് സായിക്കത് മനസ്സിലായി. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം നമ്മളടക്കമുള്ള ആളുകൾ അത്രയധികം ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് റെഡിയല്ല. നമ്മളെ കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ആണുങ്ങൾക്ക് കരയാനൊക്കെ ഒരു മടിയാണ്. അത് കരച്ചിൽ വരാത്തത് കൊണ്ടോ വിഷമം ഇല്ലാത്തത് കൊണ്ടോ ആണോ? അല്ല, അതൊരു അസ്വാഭാവികതയാണ്. അതുകൊണ്ട് നമ്മളൊക്കെ ഇങ്ങനെ പിടിച്ചു നിൽക്കും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്നിട്ട് വളരെ പോസിറ്റീവായിട്ട് അതിനെ നോക്കി കാണുന്നത് എനിക്ക് ഭയങ്കര രസമായിട്ട് ആസ്വദിക്കാൻ പറ്റി. അവിടെ സ്നേഹം വന്നിട്ട് അഭിഷേകിനെ കളിയാക്കുന്നുണ്ട്. മെഴുകുതിരി ഭീകരൻ, അങ്ങനെയല്ല പറഞ്ഞത്, മെഴുകുതിരിയുടെ കാര്യം പറഞ്ഞിട്ട്. അഭിഷേകിൻ്റെ സംഭവം അതാണ്. അഭിഷേകിന് അമ്മയില്ല എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചിട്ട് എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ ഭയങ്കര ഒരു സ്ത്രീ വിരോധിയൊക്കെ ആയിട്ട് മാറുന്ന ഒരാളാണ്. പ്രൊഫൈൽ സോഷ്യൽ മീഡിയയിൽ അങ്ങനെയാണ്. അവൻ്റെ കുറേ ഫേക്ക് ഐഡി വെച്ചിട്ട് നമുക്കിട്ടൊക്കെ പണി കിട്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ടറിയാം മെൻറ്റാലിറ്റി ഭയങ്കര മോശമാണ്. പക്ഷേ ഹൗസിലേക്ക് വരുന്ന സമയത്ത് പോസിറ്റീവായിട്ടുള്ള മാറ്റമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, ആ ചങ്ങായി ആ മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് അന്ന് ആ വില്ലൻ ഡയലോഗൊക്കെ അടിച്ച് ഹൗസിലേക്ക് വന്നിട്ട് വേറെ ഒരാളായി മാറുമ്പോൾ അവൻ്റെ ഉള്ളിലുള്ള സംഭവം എന്താണ്? അവനൊരു പാവം മനുഷ്യനാണ്. പക്ഷേ ഈ കണ്ടീഷനിങ് എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ. അഭിഷേക് ഏട്ടായി, നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു കൊടും ഭീകരനാണ്, നിങ്ങൾ ഇങ്ങനെ വേണം പെരുമാറാൻ എന്നൊക്കെ മറ്റേ ഈ വാവാച്ചികളെല്ലാം കൂടെ പറഞ്ഞിട്ട് അവനെ ഇങ്ങനെ കയറ്റി വിട്ടിരിക്കുകയാണ്. അവനും അതല്ല, മറ്റേ സോഷ്യൽ മീഡിയയിൽ വെല്ലുവിളി നടത്തുന്ന സായിയോ അല്ലെങ്കിൽ തിരികെത്തിച്ചു വെച്ചിട്ട് ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന മറ്റേ അഭിഷേകോ അല്ലെങ്കിൽ ഈവൻ ഞാൻ പോലും ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വരുന്ന സമയത്ത്. അതൊക്കെ കുറച്ച് ഒറിജിനലായിട്ട് ഇതുപോലുള്ള സിറ്റുവേഷനിൽ നമുക്ക് കാണാൻ പറ്റും. കമന്റ് ബോക്സിൽ ഇരുന്നിട്ട് മറ്റേ ഇവൻ ഇത്ര ഉള്ളോ എന്നൊക്കെ ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. അവർ ആ ഒരു സിറ്റുവേഷനിലേക്ക് ചെന്നെത്തി. കമന്റ് ബോക്സിലുള്ള എത്ര ആളുകൾക്കുണ്ടാവും, അവരെ ജഡ്ജ് ചെയ്യുന്ന എത്ര ആളുകൾക്കുണ്ടാവും ഇത്ര മനോഹരമായിട്ടുള്ള ഒരു ഫാമിലി. അപ്പോൾ അതൊക്കെ അവരുടെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റുകളാണ്. കപ്പൊന്നും വേണ്ട. സൈഡൊക്കെ കാര്യത്തിൽ നല്ല മനസ്സിലാക്കുന്ന അച്ഛനുണ്ട്, അമ്മയുണ്ട്, കുടുംബമുണ്ട്, സ്നേഹമുണ്ട്, ഫ്രണ്ട്സുണ്ട്. അതിലും വലിയ കപ്പിൻ്റെ ആവശ്യമില്ലല്ലോ. ഇനിയിപ്പോൾ നാളെ അഭിഷേകിൻ്റെ വീട്ടിൽ നിന്നാണ് വരുന്നത്. ഇപ്പോൾ സായിയുടെ അച്ഛനൊക്കെ പറയുമ്പോഴും അച്ഛൻ കുറച്ചും കൂടെ കരുതിയിട്ടാണ് പറയുന്നത്. നീ ഒരു വിജയിയാണ്, നീ എല്ലാ കാര്യങ്ങളിലും ടോപ്പാണ്, നീ കപ്പ് ഉയർത്തി തന്നെ വരണം, മലപ്പുറത്തേക്ക് ഒരു കപ്പ് കൊണ്ടുവരേണ്ടതുണ്ട്. ഇതിനുശേഷം മറ്റേ ബ്രിട്ടാനിയ ചോക്കോ ചിപ്പ് ബിസ്ക്കറ്റിൻ്റെ സ്പോൺസേഡ് ടാസ്ക് ആയിരുന്നു. ബിസ്ക്കറ്റ് ആകാശത്തേക്ക് കറക്കി വാ കൊണ്ട് ക്യാച്ച് ചെയ്ത് കഴിക്കുക, പൈപ്പിൽ കൂടെ ഉരുട്ടി വിട്ടിട്ട് അത് പിടിച്ച് കഴിക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിരുന്നു. നൈസായിട്ട് തന്നെ കഴിഞ്ഞു. അതിനുശേഷമുള്ള ലൈവ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല, വൈകിട്ടത്തെ ലൈവ്. അപ്പോൾ ഇവർ പോയത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും എനിക്കറിയില്ല. ഏതായാലും ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.